ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ നടന്ന മോഹൻ ബഗാൻ FC വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് FC മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആധിപത്യമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതോടുകൂടി ഇന്നലത്തെ മത്സരത്തിൽ 1-0 എന്ന സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയും ചെയ്തു. കൂടാതെ ഇന്നലത്തെ ഈ ഒരു മത്സരത്തിന്റെ പ്രത്യേകത എന്നത് മധ്യനിരയിലുള്ള 4 പ്ലേയേഴ്സും മലയാളികളാണ് എന്നുള്ളതാണ്. മുഹമ്മദ് ഐമനും അസറും ഡാനിഷ് ഫാറൂഖും രാഹുൽ KPയുമായിരുന്നു ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ അണിനിരന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിന് മുൻപ് വരെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്കോമാനോവിച്ചിന് ജുവാൻ ഫെറോണോയുടെ മോഹൻ ബഗാൻ എന്ന ടീമിനെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ ഈ ഒരു മത്സരത്തോടു കൂടി ആശാൻ അത് തിരുത്തി എഴുതി കഴിഞ്ഞു. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നലെ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മത്സരത്തിലെ ചാൻസ് അനാലിസിസ് ആണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യ പകുതിയിൽ തന്നെ 3-ാം മിനിറ്റിൽ രാഹുലിന്റെ അടുത്തു നിന്നും ദിമിയിലേക്ക് ഒരു ലോങ് പാസ് എത്തുന്നു. ദിബി അതൊന്ന് ജസ്റ്റിലൊന്ന് തട്ടിച്ചുകൊണ്ട് സ്റ്റോപ്പാക്കി എയറിൽ നിന്ന് തന്നെ അടിക്കുന്നു. പക്ഷെ അത് ക്രോസ് ബാറിൽ തട്ടി പുറത്തേക്ക് പോയി. ശേഷം 6-ാം മിനിറ്റിൽ KP രാഹുൽ പന്തുമായി വരുന്നു. പന്ത് നേരെ ഐമന്റെ കാലുകളിലേക്ക് കൊടുക്കുന്നു. ഐമൻ 2 താരങ്ങളെ കട്ട് ചെയ്തുകൊണ്ട് അത് രാഹുലിലേക്ക് ഒരു പാസ്സാക്കുന്നു. രാഹുൽ വീണ്ടും അതൊരു 1 ടച്ച് പാസ്സാക്കി ഐമനിലേക്ക്. ഐമൻ വീണ്ടും 1 ടച്ച് പാസ്സാക്കിക്കൊണ്ട് അത് രാഹുലിലേക്കും നൽകുന്നു. പക്ഷേ രാഹുലിന് അവിടെ കൃത്യമായി ബോളിലേക്കൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് അത് ഗോളാക്കാൻ സാധിച്ചില്ല. അവിടെ ആയിരുന്നു ഇന്നലത്തെ മത്സരത്തിലെ ഏറ്റവും നല്ല 1 ടച്ച് പാസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ രാഹുലിന്റെയും ഐമന്റെയും ഒരു നല്ല അണ്ടർസ്റ്റാൻഡ്മെന്റും നമുക്ക് കാണാൻ സാധിച്ചു. തുടർന്ന് 8-ാം മിനിറ്റിൽ റൈറ്റ് വിങ്ങിൽ നിന്നും പ്രീതം കോൾഡാൽ ഒരു ലോങ് പാസ് നൽകുന്നു. പെപ്ര അത് മാനേജ് ചെയ്ത് പോസ്റ്റിലേക്ക് ഒരു ഉഗ്രൻ ഷോട്ട് എടുത്തു. പക്ഷെ അത് മോഹൻ ബഗാൻ താരത്തിന്റെ ഡിഫെൻഡിങ്ങിൽ ഡിഫ്ലക്ട് ചെയ്തുകൊണ്ട് നേരെ ദിമിയിലേക്ക് എത്തുന്നു. സെന്ററിൽ ഉണ്ടായിരുന്ന ദിമിത്രിയോസ് ഡയമൻഡക്കോസ് പന്തുമായി ലെഫ്റ്റ് വിങ്ങിലേക്ക് അതിവേഗം ഡ്രിബിൾ ചെയ്തുകൊണ്ട് മുന്നേറുന്നു. ശേഷം ഗോൾ കീപ്പർ വിശാൽ ഗേറ്റിന് കാണാൻ പോലും പറ്റാത്ത സ്പീഡിൽ വലയുടെ റൂഫ് പൊളിച്ചുകൊണ്ട് ഷോട്ട് എടുത്ത് ഗോളാക്കുന്നു. ഇതോടെ 8-ാം മിനിറ്റിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് 1 മോഹൻ ബഗാൻ 0 എന്ന സ്കോറിലായി. ശേഷം 38-ാമത്തെ മിനിറ്റിലേക്ക് വരുമ്പോൾ ഐമനിൽ നിന്നും പന്ത് നേരെ അസറിലേക്ക്. അസർ 2 മോഹൻ ബഗാൻ താരങ്ങളുടെ ഇടയിലൂടെ രാഹുൽ KPയിലേക്ക് ഒരു ലോങ് പാസ് നൽകുന്നു. രാഹുൽ പന്ത് കൈവശപ്പെടുത്തിക്കൊണ്ട് ബോക്സിനകത്തേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ട് 3 പ്ലേയേഴ്സിന്റെ മുന്നിൽ നിന്നും ഒരു കിക്ക് എടുക്കുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അതൊരു ഇഞ്ച് കണത്തിന് ബോക്സിന്റെ വെളിയിലേക്ക് പോകുന്നു. ഇതിനു ശേഷം തൊട്ടടുത്ത 39-ാം മിനിറ്റിൽ ഇടത് വിങ്ങിൽ നിന്നും നവോച്ചയിൽ നിന്നും ഒരു ലോങ് പാസ് പെപ്രയിലേക്ക് എത്തുന്നു. പെപ്ര പന്തുമായി ഇടത് വിങ്ങിലൂടെ മോഹൻ ബഗാന്റെ പ്ലെയറെ മറികടന്നുകൊണ്ട് പോസ്റ്റിലേക്ക് പന്തൊന്ന് ആനടിച്ചു. പക്ഷെ കീപ്പർ വിശാൽ ഗേറ്റിന്റെ സേവിലായിരുന്നു ഇത് കലാശിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും ചാൻസുകളാണ് ഫസ്റ്റ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നും ഒരു ഗോൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് കണ്ടെത്താൻ സാധിച്ചത്. ശേഷം 2-ാം പകുതിയിൽ കളിക്കളത്തിൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിച്ചത് പൂർണ്ണമായും മോഹൻ ബഗാന്റെ ആധിപത്യമായിരുന്നു. ഇതിന്റെ കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ 2-ാം പകുതിയിലെ ഡിഫൻസിലെ ആശയപരമായ കുഴപ്പങ്ങളായിരുന്നു. ഈ അവസരം മുതലെടുക്കുവാൻ വേണ്ടി മോഹൻ ബഗാൻ ഒരുപാട് തവണ ശ്രമിച്ചെങ്കിലും മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് എല്ലാ ഷോട്ടും ഭദ്രമായി കൈക്കലാക്കി. ശേഷം 2-ാം പകുതിയുടെ 53-ാം മിനിറ്റിൽ വലത് വിങ്ങിലൂടെ പന്തുമായി കുതിച്ചു വന്ന രാഹുൽ ഒരു സ്ക്വയർ പാസായി പന്ത് നേരെ ഐമനിലേക്ക് നൽകുന്നു. ഐമൻ പന്തുമായി മുൻപോട്ട് കുതിച്ച് രാഹുലിന് തന്നെ പന്ത് നൽകുന്നു. രാഹുൽ അവിടെ വെച്ച് തന്നെ ഒരു 1 സ്റ്റെപ്പ് കിക്ക് എടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് അലക്ഷ്യമായി കൊണ്ട് പോസ്റ്റിന് മുകളിലൂടെ പോവുകയും ചെയ്തു. ഇതിനുശേഷം 55-ാം മിനിറ്റിൽ പെപ്ര പന്തുമായി മുന്നേറിക്കൊണ്ട് ലെഫ്റ്റിലുള്ള ഐമനിലേക്ക് ഒരു പാസ് നൽകുന്നു. ഐമൻ പന്ത് സെന്ററിലേക്ക് കൊണ്ടുവന്ന് ഡാനിഷ് ഫാറൂഖിലേക്ക് ഒരു പാസ് നൽകുന്നു. ബോക്സിന് വെളിയിൽ നിന്നും ഡാനിഷ് ഫാറൂഖ് ഒരു ഷോട്ട് എടുക്കുന്നു. പക്ഷെ അത് മോഹൻ ബഗാൻ താരത്തിന്റെ ഡിഫെൻഡിങ്ങിൽ ഡിഫ്ലക്റ്റ് ആയിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നു. വീണ്ടും 90-ാം മിനിറ്റിൽ പെപ്രയുടെ ബാക്ക് ഹെഡറിൽ നിന്നും ദിമിത്രിയോസിലേക്ക് പന്തെത്തുന്നു. ദിമി ഒട്ടും താമസിക്കാതെ തന്നെ നേരെ റൈറ്റ് വിങ്ങിലേക്ക് സൗരവ് മണ്ടേലിനെ നൽകുന്നു. താരം പന്തുമായി മുന്നേറിക്കൊണ്ട് ബോക്സിന് പുറത്തു നിന്ന് ദിമിയിലേക്ക് പന്ത് കർവായിട്ട് ക്രോസ് നൽകുന്നു.
പക്ഷെ ദിമിക്ക് പന്തുമായി കൃത്യമായി കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ശേഷം ഒട്ടും വൈകാതെ തന്നെ രണ്ടാം പകുതിയുടെ എക്സ്ട്രാ ടൈമിൽ സെന്റർ ബാക്കിൽ നിന്ന് ഒരു ലോങ് പാസ് ലെഫ്റ്റിലുള്ള രാഹുലിലേക്ക് നീട്ടി നൽകുന്നു. പന്തിലേക്ക് എത്തിയ രാഹുലിന്റെ മുൻപിൽ മോഹൻ ബഗാൻ കീപ്പർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. രാഹുൽ അത് ഒരു നൈസ് ഗോളാക്കി മാറ്റാൻ ശ്രമിച്ചെങ്കിലും കീപ്പർ വിശാൽ ഗേതാൽ സേവ് ചെയ്തിട്ടു. വീണ്ടും 94-ാം മിനിറ്റിൽ എക്സ്ട്രാ ടൈമിൽ കളിക്കളത്തിലിറങ്ങിയ സക്കായിലേക്ക് സൗരവ് ഒരു പാസ് കൊടുത്തു. അത് ഒരു സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്യാതെ വൺ സ്റ്റെപ്പ് ആയിക്കൊണ്ട് പോസ്റ്റിലേക്ക് അടിച്ചു സക്കായിയുടെ ആ ഒരു ഷോട്ട് കീപ്പർ സേവ് ചെയ്ത് കളയുകയും ചെയ്തു. ഇത്രയും ചാൻസുകളാണ് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.